എന്റെ ചേച്ചിക്കോ കുടുംബത്തിനോ എന്ത് സംഭവിച്ചാലും ഞാൻ അന്വേഷിക്കരുതായിരുന്നു. വന്നത് തെറ്റ്, എന്റെ മാത്രം തെറ്റ്. സാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ? എത്രയും വേഗം സുഖം പ്രാപിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. എന്റെ ചേച്ചി എന്തുകൊണ്ടാ എന്നെ വേണ്ടെന്ന് വെച്ചതെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാവും. അല്ലെങ്കിൽ എന്നോട് സ്വയം തോന്നി തുടങ്ങിയ വെറുപ്പാവും. കാരണം എന്തു തന്നെ ആയാലും എന്റെ ചേച്ചിയുടെ മനസ്സിൽ ഇപ്പൊ ഞാനില്ലാതെയായി. അത് മാത്രമേ എനിക്കറിയുള്ളൂ. സാരില്ല, ഇപ്പൊ ഞാനില്ലെങ്കിലും ചേച്ചിയെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും നിങ്ങളൊക്കെ ഉണ്ടല്ലോ. അത്രയും ആശ്വാസമുണ്ട്. പാവമാണ്, എന്റെ ചേച്ചിയെ സങ്കടപ്പെടുത്തരുത്. ഇനി വരില്ല, വന്ന് ബുദ്ധിമുട്ടിക്കില്ല, സമാധാനം കളയുകയില്ല. വയ്ക്കോട്ടെ. അല്ല സാർ, അവനെ എന്തിനാ കൊണ്ടുപോകണമെന്ന് മനസ്സിലായില്ല. അതൊക്കെ മരുമോന് മനസ്സിലായിക്കോളൂ. എവിടെ അവൻ? എന്താ സാർ, എന്താ പ്രശ്നം? ഓ, ഒന്നുമില്ലടാ. നിന്നെ CI മാഡത്തിനൊന്ന് കാണണമെന്ന്. സാറൊന്ന് അവിടം വരെ വരുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? വരുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ കാര്യം എന്താണെന്ന് സാറ് പറഞ്ഞില്ല. കാര്യമൊക്കെ നമുക്ക് വിശദമായിട്ട് അവിടെ ചെന്ന് പറഞ്ഞാൽ പോലെ ജോസൂട്ടി. ഇനി അതല്ല, നീ അതൊക്കെ അറിഞ്ഞിട്ടേ നമ്മുടെ വണ്ടിയിൽ കയറുന്നുണ്ടെങ്കിൽ ഞാനൊരു ക്ലൂ തരാം. പൂക്കാടം പോലോസിന്റെ മൂത്ത മകൻ സണ്ണി പോലോസ് ഇല്ലേ? ഈ അടുത്ത് അയാൾക്ക് നേരെ ഒരു വധശ്രമം ഉണ്ടായി. സാർ, ആ കേസ് ഞാനുമായിട്ട് ബന്ധമൊന്നുമില്ല. എന്റെ പൊന്നു സാറേ, ഞാനിപ്പോ അടിയും തല്ലുമൊക്കെ നിർത്തി ഇവിടത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ നോക്കി വളരെ മാന്യമായിട്ട് കഴിയുക. സംശയം ഉണ്ടെങ്കിൽ സാർ ഇവരോട് ചോദിച്ചു നോക്ക്. അതിന് ആ കേസുമായി നിനക്ക് ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ മോനെ. സണ്ണിയെ ആക്രമിച്ചവരെ പറ്റി ഞങ്ങൾക്ക് ചില വ്യക്തമായ സൂചനകൾ കിട്ടിയിട്ടുണ്ട്. അവരെക്കുറിച്ച് ചില സംശയങ്ങൾ ചോദിക്കാനാ മാഡം നിന്നെ കാണണമെന്ന് പറഞ്ഞത്. എന്താ, വരുന്നതിന് നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? അത്രേ ഉള്ളോ? എങ്കിൽ പിന്നെ സാർ ഇവിടെ വരെ ബുദ്ധിമുട്ടി വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഒന്ന് വിളിച്ചു പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. സാറ് പൊയ്ക്കോ, ഞാൻ എന്റെ വണ്ടി വന്നോളാം. അത് വേണ്ടടാ ജോസൂട്ടി. സർക്കാർ ചെലവിൽ നമ്മുടെ വണ്ടി ഇങ്ങനെ കിടക്കുമ്പോ വെറുതെ എന്തിനാ നിന്റെ എണ്ണ കത്തിച്ച് കളയുന്നത്? നീ വാ, തിരിച്ച് നിന്നെ ഞങ്ങൾ തന്നെ ഇങ്ങ് കൊണ്ടുവിടാം. ആടാ ഇങ്ങോട്ട്. എന്റെ മാതാവേ, ഈ മുടിയാൻ പറഞ്ഞവൻ കാരണം കുടുംബത്തിൽ എന്തൊക്കെ അനർത്ഥങ്ങളാണ് നടക്കുന്നത്. എന്റെ മോനെ ഇവിടുന്ന് അടിച്ചോടിച്ചത് ഇവരെല്ലാം കൂടിയാ. നന്നാവുകയല്ല, ഒരു കാലത്ത് ഇവൻ നന്നാകുകയല്ല. നീ വിഷമിക്കാറായല്ലേ? അവൻ അതിൽ പങ്കൊന്നും കാണില്ലെന്ന്. ചിലപ്പോ അവന്റെ പരിചയത്തിൽപ്പെട്ട ആരെങ്കിലും അവർ പിടിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് വിളിച്ചതാകാനേ വഴിയുള്ളൂ. എന്തു പറയുന്നു ജോണേ ഇവൻ? ഇവൻ അതേപ്പറ്റി ഒന്നും അറിയില്ലെന്ന മാഡം ഇവൻ ആവർത്തിച്ച് പറയുന്നു. പഴയ കോണ്ടാക്ട്സ് ഒക്കെ വിട്ട് ഇവനിപ്പം നല്ല നടപ്പാണെന്ന്. ആണോ ജോസൂട്ടി? നീ നല്ല കുഞ്ഞാടാവാൻ തീരുമാനിച്ചോ? സത്യമാണ് സാറേ, ഞാനിപ്പോ തല്ലിനോ വഴക്കിനോ ഒന്നും പോവാറില്ല. അതൊക്കെ മതിയാക്കി വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി അടങ്ങി ഒതുങ്ങി കഴിയാ. വീട്ടിലെന്താ ഇത്ര കാര്യമായിട്ട് ജോസൂട്ടിക്ക് നോക്കാനുള്ളത്? അത് പിന്നെ ഭാര്യയ്ക്ക് പിന്നെ കോഴി വളർത്തലും പശു വളർത്തലും ഒക്കെ ഉണ്ടേ. അവളെ സഹായിക്കും. അവൾക്ക് കാലിന് ചെറിയ സ്വാധീനക്കുറവുണ്ടേ. ഞാനും കൂടി ഉണ്ടെങ്കിൽ അവൾക്കൊരു സഹായമാകുമെന്ന് കരുതി. കൊള്ളാം, അത് വേണം ജോസൂട്ടി. ഭാര്യയോട് തനിക്ക് ഇത്രയും സ്നേഹമുണ്ടെന്ന് അറിഞ്ഞപ്പോ സന്തോഷമായി എനിക്ക്. ഇതൊക്കെ ഇവന്റെ നമ്പറാ സാറേ. ആ പെങ്കൊച്ചിന്റെ വീട്ടുകാരെ ഇവൻ ഗൾഫുകാരനാണെന്ന് പറഞ്ഞ് കുഴിച്ചടിച്ച ആ ബന്ധം നടത്തിയത്. കൊണ്ടുപോയി കുരുക്കി കൊടുത്തതേ നമ്മുടെ ആ മറ്റേ കക്ഷികളാ, ആ പൂക്കാടന്മാര്.
അതൊക്കെ തെറ്റായി പോയെന്ന് വൈകിയ സാറേ എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാ ഞാനിപ്പോ എല്ലാം വിട്ട് ഫുൾ ടൈം അവൾക്കൊപ്പം നിൽക്കുന്നത്. അതെയോ? അല്ല ജോസൂട്ടി, തന്റെ അളിയനില്ലേ? ശരിക്കും അയാൾക്ക് എന്താ സംഭവിച്ചത്? മിസ്സിംഗ് ആണെന്നാണല്ലോ ഞങ്ങൾ അറിഞ്ഞത്. എന്താ അതേപറ്റി തനിക്കൊന്നും അറിയില്ലേ? അത് പിന്നെ അളിയനും ഭാര്യ വീട്ടുകാരുമായി അത്ര സുഖത്തിലൊന്നും അല്ല സാറേ. അവിടെ എന്തോ പ്രശ്നമുണ്ടായതിന്റെ പേരിൽ അളിയൻ പിണങ്ങിപ്പോയതാ. എവിടെയാണോ എന്തുവാണെന്നോ എനിക്കറിയില്ല. ആ, അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് വരാം. ജോസൂട്ടി ഏത് മൊബൈലാ യൂസ് ചെയ്യുന്നേ? ഒന്ന് കാണിച്ചേ. ഇത് ആൻഡ്രോയിഡ് അല്ലേ? അപ്പോ മറ്റേ ഫോൺ എന്ത് ചെയ്തു? ഭാര്യയ്ക്ക് കൊടുത്തോ? മറ്റേ ഫോണോ? ഏത് ഫോണ് സാറേ? എനിക്ക് ഈ ഫോണേ ഉള്ളൂ. എന്റെ ഭാര്യയ്ക്ക് മൊബൈൽ ഇല്ല സാറേ. വീട്ടിൽ നിന്നെങ്ങും പോവാത്തോണ്ട് അവളുടെ വിളിയൊക്കെ ലാൻഡ് ഫോണിന്നാ. അതെയോ? ശരിടാ, അപ്പൊ ആ ഫോൺ ജോസൂട്ടി എന്ത് ചെയ്തു? ഏത് ഫോണിന്റെ കാര്യം സാറമാരി പറയുന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല. അയ്യോ പാവം, ജോസൂട്ടി തിരക്കിനിടയിൽ മറന്നുപോയതാവും. ജോൺ, ഒന്ന് ഓർമ്മപ്പെടുത്തിയേക്ക്. നിനക്ക് ഈ ഹാൻഡ്സെറ്റ് ഏതാണെന്ന് അറിയോടാ? എന്താ ജോസൂട്ടി, ഇപ്പൊ ഏതാണ്ട് ഓർമ്മ കിട്ടിയതുപോലെ അല്ലേ? എന്നിട്ടും ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ വിഷമിക്കണ്ട, അതും ഞങ്ങൾ പറഞ്ഞു തരാം. കഴിഞ്ഞ 22-ാം തീയതി, അതായത് സണ്ണി പൂക്കാടൻ ആക്രമിക്കപ്പെടുന്നതിന്റെ തലേന്ന് പാളയത്തുള്ള മൊബൈൽ ലാൻഡ്സിൽ നിന്നും 2300 രൂപ ബില്ലടച്ച് നീ സ്വന്തമാക്കിയ ഹാൻഡ്സെറ്റാണ്. ഇനി അതും നിനക്ക് ഓർമ്മയില്ലെന്നാണ് നീ പറയാൻ പോകുന്നതെങ്കിൽ, ഈ പറഞ്ഞ ദിവസം രാത്രി നീ ആ കടയിൽ നിന്നും ഈ ഹാൻഡ്സെറ്റുമായി ഇറങ്ങി പോകുന്നത് ആ കടയിലെ ക്യാമറയിൽ റെക്കോർഡ് ചെയ്തത് നിനക്ക് കാണിച്ചു തരാടാ ഞങ്ങള്. എന്താടാ, ഇപ്പൊ നിനക്കത് ഓർമ്മ വന്നോ? അതോ അതിന്റെ സിനിമാ പടം കൂടെ കണ്ടാലേ നിനക്കത് ബോധ്യമാവുള്ളൂ? ഇനി ഇത് ഞങ്ങളുടെ കയ്യിൽ എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാ ആ കഥയും പറഞ്ഞു തരാം. സണ്ണിക്ക് വെട്ടേറ്റ സ്ഥലം പരിശോധിച്ചപ്പോ അവിടുന്ന് കിട്ടിയതാ ഈ സാധനം. പുതിയ മൊബൈലാണെന്ന് മനസ്സിലായപ്പോ അത് ഈ ഓപ്പറേഷന് വേണ്ടി തന്നെ കാശ് മുടക്കി വാങ്ങിയതാന്ന് മനസ്സിലായി. അതിന്റെ IMEI നമ്പർ വെച്ച് ഞങ്ങളൊന്ന് ചികയാൻ തുടങ്ങിയപ്പോ കഷ്ടകാലത്തിന് ജോസൂട്ടിയ ആ ഭാഗ്യവാനെന്ന് കണ്ടെത്തിയത്. ഇനി പറ, ആര് പറഞ്ഞിട്ട്? എന്തിന്? എത്ര കാശിനാ നീ ആ ഓപ്പറേഷൻ ഏറ്റെടുത്തത്? അയ്യോ എന്റെ പൊന്നു സാറേ, എനിക്കൊന്നും അറിയില്ല. എനിക്ക് അങ്ങനത്തെ ഒരു ഓപ്പറേഷനുമായിട്ട് ഒരു ബന്ധമില്ല. മോനെ ജോസൂട്ടി, ഒരുപാട് മിടുക്കനാവാൻ നോക്കിയാ നിന്റെ ചങ്ക് പതഞ്ഞ് പുറത്തു വരുവേ. പണി ഉണ്ടാക്കാതെ മര്യാദയ്ക്ക് പറയടാ, പിന്നെ നിന്നെ ഇതിനകത്തിട്ട് ചവിട്ടി കൂട്ടും. പറയടാ, നിന്റെ ഗാങ് അല്ലേടാ ആ ഓപ്പറേഷൻ ചെയ്തത്? അതിനുവേണ്ടിയല്ലേടാ നീ മൊബൈൽ വാങ്ങിച്ചത്? ഇനി നീയായിട്ട് പറയുന്നതാണോ അതോ ഞങ്ങൾ നിന്നെ കൊണ്ട് പറയിക്കുന്നതാണോ നല്ലതെന്ന് നീ ഒന്ന് ആലോചിക്ക് ജോസൂട്ടി. എന്നിട്ട് വേഗം ഒരു ഉത്തരം താ. നമുക്ക് രണ്ടു കൂട്ടർക്കും ഒരുപാട് തിരക്കുള്ളതാ. വെറുതെ സമയം കളയില്ലേ. പറയാ സാറേ, ആ മൊബൈൽ ഞാൻ തന്നെ വാങ്ങിയതാ. അനിതയ്ക്കൊരു മൊബൈൽ വാങ്ങിക്കൊടുക്കണമെന്ന് കുറച്ചു നാളായിട്ട് ഞാൻ വിചാരിക്കുകയായിരുന്നു. അങ്ങനെയാ ഞാൻ ആ കടയിൽ പോയത്. അവിടെ നിന്ന് ആ മൊബൈലും വാങ്ങി അടുത്തുള്ള ഇൻട്രബ്യൂരി ബാറിൽ കയറി സ്വല്പം കഴിച്ചായിരുന്നു. മൊബൈൽ ഞാൻ ആ ബൈക്കിന്റെ ടാങ്ക് കവറിൽ വച്ചിട്ട് അന്ന് പോയത്. തിരിച്ച് വീട്ടിൽ വന്ന് നോക്കിയപ്പോഴാ ആ മൊബൈൽ പാക്കറ്റ് അവിടെ ഇല്ലാന്ന് കണ്ടത്. ബാറിലെ പാർക്കിംഗ് ഏരിയയിൽ എപ്പോഴോ അതാരോ അടിച്ചു മാറ്റിയതായിരുന്നു എന്ന് അപ്പോഴാ എനിക്ക് ബോധ്യമായത്. കള്ളം പറയുന്നോടാ റാസ്കൽ. നിന്റെ ഈ കഥ ഞങ്ങളങ്ങ് തൊണ്ടവിടാതെ വിഴുങ്ങുമെന്ന് കരുതിയോ? പറയടാ സത്യം. ജോൺ, നോ. ശരി, നീ ഈ പറഞ്ഞത് സത്യമാണേ തന്നെ മൊബൈൽ വാങ്ങിയ കാര്യവും പിന്നീട് ബാറിൽ വെച്ച് അത് നഷ്ടപ്പെട്ട കഥയും നീ നിന്റെ ഭാര്യയെ അറിയിച്ചായിരുന്നോ?
ഇല്ല സാറേ, ഞാൻ അവളോട് ഇതൊന്നും പറഞ്ഞില്ല. പുതിയതായിട്ട് വാങ്ങിയ മൊബൈല് കൈമോശം വന്നു എന്നറിഞ്ഞാൽ അവൾക്ക് സങ്കടമാകുമെന്ന് വിചാരിച്ചു. അതുമാത്രമല്ല, ബാറി കയറിയെന്നറിഞ്ഞാൽ അവള് പിന്നെ പിണങ്ങും. ഇനി കുടിക്കയില്ലെന്ന് തലേ ദിവസം അവളെ തലയെ തൊട്ട് സത്യം ചെയ്തതാ. അത് തെറ്റിച്ചു എന്നറിഞ്ഞാ അവൾക്ക് വീണ്ടും സങ്കടാവും. അതുകൊണ്ടല്ലേ നീ പറയാത്തത്? ആണ് സാറേ, സത്യമായിട്ട് അതുകൊണ്ടാ. ഹോ, നീ ഒരു സംഭവാ ജോസൂട്ടി. ഇങ്ങനെ ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു മുതലിനെ ഞാൻ ഈ അടുത്ത കാലത്തെങ്ങും കണ്ടിട്ടില്ല കേട്ടോ. മാഡം, ഇവനെ ഒരു അരമണിക്കൂർ എനിക്ക് വിട്ടുക. സത്യം എന്താണെന്ന് ഞാൻ ഇവനെ കൊണ്ട് പറയിക്കാം. വേണ്ട ജോൺ, നമ്മൾ എന്തിനാ ഇവനെ തല്ലിപ്പഴിപ്പിക്കുന്നത്? ഒന്നും അറിയില്ലെന്ന് ഇവനായിട്ട് തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഈ പാവം പൊയ്ക്കോട്ടെ. മാഡം, ഹാ, വീട്ടേക്ക് ജോൺ. ദേ, ഇവനെ നമ്മൾ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വന്നതല്ലേ. തിരിച്ചു ചെല്ലാൻ താമസിച്ച പാവം ഇവന്റെ ഭാര്യയ്ക്ക് സങ്കടാവില്ലേ? തന്നെയുമല്ല, അവൻ അറിയാവുന്നത് മുഴുവൻ പറഞ്ഞും കഴിഞ്ഞു. ഇനി എന്തിനാ നമ്മൾ ഇവനെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? നീ പൊയ്ക്കോടാ ജോസൂട്ടി. ഇവിടം വരെ വന്നത് ബുദ്ധിമുട്ടായില്ലല്ലോ? ഇല്ല മാഡം, എന്നാ ഞാൻ പൊക്കോട്ടെ. പിന്നെന്താ, ജോസൂട്ടി ചെന്നാട്ടെ. വേണ്ടി വന്നാ ഞങ്ങൾ ഇതുപോലെ ഒന്നുകൂടി വിളിപ്പിക്കും. വന്നേക്കണേ. എപ്പോ വേണമെങ്കിലും വരാ സാറേ. ആ, അല്ല ജോസൂട്ടി, ഒരു സംശയം. പിന്നെ ആദ്യം എന്തിനാ ഈ മൊബൈലിന്റെ കാര്യം നീ ഒളിച്ചു വെച്ചത്? ഇത്രയേ ഉള്ളുവായിരുന്നെങ്കിൽ അതങ്ങ് ആദ്യമേ പറയായിരുന്നില്ലേ? അത് പിന്നെ സാറേ, അത് വാങ്ങിയത് ഞാനാണെന്ന് പറഞ്ഞ എന്തേലും കുരുക്കുണ്ടാവും തോന്നിയിരുന്നു. പഴയ സ്വഭാവം വെച്ച് ഞാനാണ് സംശയിക്കുന്നു പേടിച്ചാ ആദ്യം ഞാൻ അറിയില്ല എന്ന് പറഞ്ഞത്. പിന്നെ ക്യാമറയെ പതിഞ്ഞത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഓക്കെ ഓക്കെ, ഇപ്പൊ കറക്റ്റായി. പൊയ്ക്കോളൂ. വളരെ ഉപകാരം സാറേ. മാഡം, അവനെ ഒന്നുകൂടെ ഒന്ന് ചോദ്യം ചെയ്തിരുന്നെങ്കിൽ. അവൻ തന്നെയാണ് ഇതിന്റെ പിന്നിലെന്ന് ഉറപ്പല്ലേ ജോൺ? എന്നിട്ടും അവനെ വിട്ടയച്ചത് മനഃപൂർവ്വ. വേണമെങ്കിൽ അവനെ തല്ലിച്ചതച്ച് അവനെ കൊണ്ട് സത്യം പറയിക്കാം. പക്ഷേ ഇപ്പൊ അവൻ സമ്മതിച്ചാലും നാളെ കോടതിയിൽ അവനത് മാറ്റിപ്പറയും. അവൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ അത് വിശ്വസിക്കാതിരിക്കാനുള്ള കാരണവുമില്ല. സണ്ണിക്കുട്ടി ആക്രമിച്ച സംഘത്തിലുള്ള ആരോ ഒരാൾ ബാറിലെ ബൈക്കിൽ നിന്നും അവന്റെ മൊബൈൽ മോഷ്ടിക്കുന്നു. എന്നിട്ട് അവന്റെ പക്കലുള്ള വ്യാജ സിം ഉപയോഗിച്ച് ഗോഡ്വിനെയും സൈനയെയും കോണ്ടാക്ട് ചെയ്യുന്നു. എന്താ, അങ്ങനൊരു സാധ്യത ആയിക്കൂടുന്നില്ലല്ലോ? അത് ശരിയാ മാഡം. അതുകൊണ്ടാ ഇപ്പൊ അവൻ പറഞ്ഞ ഈ സിനിമാ കഥ ഞാനങ്ങ് വിശ്വസിച്ചതായി ഭാവിച്ചത്. എന്റെ ഒരു കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ നമ്മൾ വിളിപ്പിച്ചതും ചോദ്യം ചെയ്തതുമൊക്കെ അവൻ എത്തിക്കേണ്ടടുത്ത് ഉടനെ എത്തിക്കും. അതുകൊണ്ട് ജോൺ, താൻ എപ്പോഴും അവന്റെ റൂട്ടിലുണ്ടാവണം. മനസ്സിലായോ? മാഡം, എന്താ ജോസൂട്ടി ആലോചിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. ആ സണ്ണിയുടെ കാര്യമാണോ? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? നിന്ന് കിന്നരിക്കാതെ കിടന്ന് ഉറങ്ങാൻ നോക്കടി. എന്നോട് ദേഷ്യപ്പെട്ട ഇപ്പൊ ആലോചിക്കുന്ന കാര്യത്തിന് എന്തെങ്കിലും പരിഹാരം കിട്ടുമെങ്കിൽ ആയിക്കോ. എന്നാലും ചെയ്തത് തെറ്റായി പോയിന്നൊരു തോന്നൽ ഉണ്ടായാ മതിയായിരുന്നു. നീ എന്താടി എന്നെ സുവിശേഷം പഠിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണോ? തല പെരുത്തെടുക്കുന്ന സമയത്ത് ശല്യപ്പെടുത്താൻ വന്നോണ്ടല്ലോ. ഇപ്പൊ തല പെരുക്കുന്നുണ്ടല്ലേ? ആ കേസിൽ പോലീസ് നിങ്ങളെ തേടി വന്നത് വെറുതെ അല്ലാന്ന് എനിക്കറിയാം. സത്യം പറ ജോസൂട്ടി, അയാളെ ആക്രമിച്ചവരുമായിട്ട് ജോസൂട്ടിക്ക് ഒരു ബന്ധവുമില്ലേ? എന്താ രാത്രി പോലീസ് കളിക്കാൻ വേണ്ടി നിൽക്കുക? ഒരെണ്ണം കൊണ്ട് തന്നാണ്ടല്ലോ. അതേടി, അവനെ വെട്ടി വളർത്തിയത് ഞാനാ. അതറിഞ്ഞിട്ടിപ്പോ നിനക്ക് എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട. പക്ഷേ
അതുകൊണ്ട് നിങ്ങൾ എന്ത് നേടിയെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ദാ, ഉറക്കൊഴിച്ചുള്ള ഇരിപ്പും ഗുണ്ട എന്നുള്ള പേരുദോഷവും പിന്നെ കേസുണ്ടെങ്കിൽ അതിന്റെ തലവേദനയും. കിട്ടിയ പണത്തിന്റെ കണക്ക് കഴിഞ്ഞാ പിന്നെ ബാക്കി നേട്ടമെന്ന് പറയാൻ ഈ പറഞ്ഞതല്ലേ ഉള്ളൂ ജോസൂട്ടിക്ക്. പിന്നെ അറിയാത്ത വേറൊരു കാര്യമുണ്ട്, അയാളുടെ ഭാര്യയുടെയും പെറ്റമ്മച്ചിയുടെ ശാപവും. ഛീ, നിന്നോട് നിർത്താനല്ലേ ഈ പറഞ്ഞത്? പ്രാക്ക് ശാപം കിട്ടുന്നെങ്കിലേ അത് ഞാനങ്ങ് സഹിച്ചോളാം. നിന്റെ തന്തയും തള്ളയൊക്കെ ഇതേപോലെ ആരെങ്കിലും പ്രാപിച്ചായിരിക്കുമല്ലോ നീ ഇങ്ങനെ 1.5 കാലമായി പോയത്. എന്നെ മോനെടുത്ത നാടും വീടും വിട്ട് തെണ്ടി തിരിയുക. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാൻ നിൽക്കരുത്. ആക്ഷേപിച്ചോളൂ, എത്ര വേണമെങ്കിലും നിങ്ങൾ എന്നെ കളിയാക്കിക്കോ. പക്ഷേ എന്നെ അധിക്ഷേപിച്ചും ഭീഷണിപ്പെടുത്തിയും നിങ്ങൾ ചെയ്യുന്നതൊക്കെ ന്യായീകരിക്കാൻ നോക്കരുത് ജോസൂട്ടി. എനിക്കറിയാം നിങ്ങൾ ആ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, അത് നേരിട്ടാണെങ്കിൽ അല്ലെങ്കിലും. പൂക്കാടം വീട്ടിലെ ചേട്ടാനിയന്മാർ തമ്മിൽ ശത്രുതയിലാണെന്ന് എന്റെ ഇച്ഛായം പറഞ്ഞ് എനിക്കറിയാം. കൂട്ടത്തിൽ മനസാക്ഷിയുള്ളത് സണ്ണിച്ചനാണെന്നും പറഞ്ഞു. അപ്പോ അയാളെ വീട്ടാൻ ബെന്നിച്ച് നിങ്ങളെ കൂട്ടുപിടിച്ചു. അതിനു വേണ്ടിയിട്ടാ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അയാൾ അന്വേഷിച്ചു വന്നതും ഫോണിൽ വിളിച്ചതൊക്കെ. അതല്ലേ സത്യം? എന്ന് നിന്നോട് ആരാ പറഞ്ഞേ? അയാൾ എന്നെ ഇവിടെ തിരക്കി വന്നത് നിന്റെ ഇച്ഛായന്റെ കാര്യം പറയാനായിരുന്നു. അവൻ പുറപ്പെട്ടു പോയതുകൊണ്ട് കെട്ടിയോനില്ലാണ്ടായി പോയത് ബെന്നിച്ചന്റെ പെങ്ങൾക്കാണല്ലോ. അവൻ അന്വേഷിച്ച് ഇവിടെ വന്നതും എന്നെ വിളിച്ചതിനൊക്കെ എന്താടി തെറ്റ്? അത് കൃത്യമായി അറിഞ്ഞതുകൊണ്ടാ ആ പോലീസ് ഏമാൻ എന്നെ കൊണ്ടുപോയതിൽ തിരിച്ചു കൊണ്ടുവിട്ടത്. അവർക്കിതൊക്കെ വിശ്വസിക്കാമെങ്കിൽ പിന്നെ നിനക്ക് എന്താടി കുഴപ്പം? അവരെ പോലെ അല്ലല്ലോ ഞാൻ. നിങ്ങൾ നിത്യവും കണ്ടോണ്ടിരിക്കുന്നവളല്ലേ. ആത്മാർത്ഥതയും സ്നേഹമുള്ള ഒരു മനുഷ്യനെ വാടക പണം വാങ്ങി കൊല്ല ചെയ്യാൻ ഇത്രയ്ക്ക് മനസാക്ഷി ഇല്ലാതായി പോയല്ലോ നിങ്ങൾക്ക്. കിടന്ന് കുരയ്ക്കാതി. അവന്റെ ആത്മാർത്ഥതയും സ്നേഹമൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? അതും ഇച്ഛായം പറഞ്ഞിട്ടാണോ? അതോ അതായിരിക്കുമല്ലേ? അതുകൊണ്ടാണല്ലോ നിന്റെ ഇച്ഛായം പഴപ്പിച്ച പെണ്ണിനെ തന്നെ മിന്നി കെട്ടിയത്. നീ എന്നെ ഉപദേശിക്കാനോ നന്നാക്കാനോ വന്നുണ്ടല്ലോ. അതേപോലെ ആശുപത്രിയിൽ നിനക്ക് ഒരു ബെഡ് ബുക്ക് ചെയ്യും ഞാൻ. നിങ്ങൾ അതിനപ്പുറം ചെയ്യുന്ന എനിക്കറിയാം. പക്ഷേ ഒരു കാര്യം മാത്രം ഓർത്താ മതി, സ്വന്തം സഹോദരനെ കൊല്ലിക്കാൻ ശ്രമിച്ചവൻ നാളെ നിങ്ങളെ കൊല്ലിക്കാനും വേറൊരുത്തനെ വാടകയ്ക്ക് എടുക്കില്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. അന്നമ്മേ, എടി അന്നമ്മേ, എടി പോത്തെ, എടി ഒന്ന് എഴുന്നേക്കടി, എടി അന്നമ്മേ, എടി അമ്മച്ചിയെ വിളിച്ച് വെറുതെ ബുദ്ധിമുട്ടണ്ട പൗലോസ് മുതലാളി. വിളിച്ചാലും ആ പാവ എഴുന്നേൽക്കില്ല. അത്താഴത്തിലെ ഞാൻ ഉറക്ക ഗുളിക പൊടിച്ചു കൊടുത്തേക്കുവാ. ഇനി രാവിലെ അന്നമ്മച്ചി കണ്ണു തുറക്കും. നീ എന്താ ഇവിടെ മര്യാദയ്ക്ക് കെട്ടഴിക്കടി? അയ്യോ, അങ്ങനെ ധൃതി കൂട്ടല്ലേ പൂക്കാടൻ സാറേ. സാറ് കണ്ണുരുട്ടുമ്പോ പേടിച്ച് അഴിച്ചുവിടാൻ വേണ്ടിയല്ലല്ലോ. അല്ല, എന്നെ ഉറക്കോ മുതലാളി ഇത്? ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും അതൊന്നും അറിഞ്ഞതേ ഇല്ലല്ലോ. ഇങ്ങനെ ബോധമില്ലാതെ കിടന്ന് ഉറങ്ങല്ല കേട്ടോ. എന്താ എന്താ നിനക്ക് വേണ്ടത്? മര്യാദയ്ക്ക് എന്റെ ഈ കെട്ടഴിച്ചു വിടാനാ പറഞ്ഞത്. ഇനി ഈ കെട്ട് നാളെ അഴിക്കേണ്ടവരഴിച്ചോളും സാറേ. എനിക്ക് വേണ്ടത് എടുക്കാൻ വേണ്ടി തന്നെയാ ഞാൻ വന്നത്. എടോ പൂക്കാടൻ പൗലോസേ, എന്താ താൻ കരുതിയത്? എന്നും എപ്പോഴും എല്ലാവരെയും ജയിച്ച് ജീവിക്കാമെന്നോ? ഇല്ലടോ, ഒരവസരത്തിന് വേണ്ടി കെണി ഒരുക്കി കാത്തിരുന്നതാ ഗായത്രി. തന്റെ മരണം എന്റെ കൈകൊണ്ടാവണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നടോ. ഞാൻ പ്രസവിച്ച എന്റെ കുഞ്ഞിനെയും എന്നെ ജീവന് തുല്യം സ്നേഹിച്ച എന്റെ അനിയത്തിയെ ഒഴിവാക്കി ഞാൻ ഈ വീട്ടിൽ വന്ന് കയറിയത് അതിനു വേണ്ടിയാണോ പൗലോസേ? അല്ലാതെ
പൂക്കാടന്റെ മരുമകളായിട്ട് ജീവിക്കാനുള്ള മോഹം കൊണ്ടൊന്നുമല്ല. മക്കളും ഭാര്യയൊക്കെ അടുത്തുണ്ടാവുമ്പോഴും തിരിഞ്ഞു നോക്കാൻ ആരുമില്ലാതെ ഇഞ്ചിഞ്ചായി മരിക്കണം താൻ. അത് കൺകുളിർക്ക് എനിക്ക് കണ്ടു നിൽക്കണം. ഗായത്രി മോളെ അരുത്. മോളോ? ആരുടെ മോള്? താനും തന്റെ കിങ്കരന്മാരെ കൂടി കൊന്നു കളഞ്ഞില്ലേ ഒരു സത്യപ്രകാശ മേനോനെ? ആ പാവത്തിന്റെ മോളാണോ ഞാൻ? എന്റെ അച്ഛന്റെ ആത്മാവിന് വേണ്ടി സന്തോഷത്തോടെ ഞാൻ ഈ കർമ്മം നിറവേറ്റുക.